ഹലോ പഞ്ചാര മുഞ്ചാരകളെ മുഞ്ചന്മാരെ മുഞ്ചത്തികളെ എൻ്റെ തക്കുടുകളെ, ഒരു 20 മിനിറ്റ് എനിക്ക് തരാമെങ്കിൽ ഒരു ചാപ്റ്ററിൻ്റെ സകല ടോപ്പിക്കുകളും സകല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളും ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ വരാൻ ചാൻസ് ഉള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഞാൻ പഠിപ്പിച്ചു തരാം. എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് സെക്സ്വൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഞാൻ 20-25 മിനിറ്റ് കൊണ്ട് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്ത് തരാം മക്കളെ. ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം മാർക്ക് വാങ്ങിച്ചു തരാം. വേഗം ബാ, സെക്സ്വൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നോക്കിയേക്കാം. സാർ ആദ്യത്തെ എന്താ ചോദിച്ചാൽ, എന്താണ് സാറേ സെക്സ്വൽ റീപ്രൊഡക്ഷൻ? 2 പ്ലാന്റിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നു, 2 പ്ലാന്റുകളിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാക്കുക, അതാണ് സാർ സെക്സ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. അതിൽ ഒരു പ്ലാന്റ് എന്താണെന്നറിയാമോ? മെയിൽ പ്ലാന്റ് ആയിരിക്കണം. മറ്റേ പ്ലാന്റ് എന്തായിരിക്കണം? ഫീമെയിൽ പ്ലാന്റ് ആയിരിക്കണം. ഒന്ന് മെയിൽ പ്ലാന്റ്, മറ്റേത് ഫീമെയിൽ പ്ലാന്റ് ആയിരിക്കണം. മെയിൽ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൽ പ്ലാന്റുകളുടെ ഉള്ളിൽ മെയിൽ ഫ്ലവറുകൾ വേണം. മെയിൽ ഫ്ലവർ ആകണമെങ്കിൽ സ്റ്റേമൻ വേണം. മെയിൽ പ്ലാന്റ് എന്ന് വിളിക്കണമെങ്കിൽ ആ പ്ലാന്റിലെ ഫ്ലവർ എന്താ? മെയിൽ ഫ്ലവറാ. മെയിൽ ഫ്ലവർ ആകണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സ്റ്റേമൻ വേണം. സ്റ്റേമന് 2 ഭാഗങ്ങൾ. ഈ കാണുന്ന ഭാഗമാണ് സാർ ആന്തർ, ഈ കാണുന്ന ഭാഗമാണ് സാർ ഫിലമെന്റ്. ആന്തർ ഫിലമെന്റും ചേർന്നാൽ, എന്റെ പൊന്നുമക്കളെ, ആന്തർ ഫിലമെന്റും ചേർന്നാൽ എന്തായി സാറേ? സ്റ്റേമനുകൾ ആയി സാറേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ആന്തർ, ഈ കാണുന്ന കുടമാണല്ലോ ആന്തർ. ഈ ആന്തറിന്റെ വോളുകളാണ്. എന്തൊക്കെയാ സാർ ആന്തറിന്റെ വോള്? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റം. ആന്തറിന്റെ ലെയർ എന്തൊക്കെ? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റം. ഈ 4 ലെയറുകളാണ് സാറേ എന്ത്? ആന്തറിന്റെ വോളുകൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഷോർട്ടാക്കി വിളിക്കാറുണ്ട്. എന്താ? എപ്പി, എന്തോ, മിഡിലിൽ തപ്പി. എപ്പി, എന്തോ, മിഡിലിൽ തപ്പി, അതാണ് നമ്മുടെ കോഡ്. ഈ ആന്തറിന്റെ ഉള്ളിലാണ് സാറേ പോളൻ ഗ്രെയിൻ ഉണ്ടാകുക. ആന്തറിന്റെ ഉള്ളിൽ എങ്ങനെയാ സാർ പോളൻ ഗ്രെയിൻ ഉണ്ടാകുക? നോക്കിക്കോ, ഇതാണ് ആന്തറിന്റെ ചെത്തിയ ഭാഗം. ആന്തറിന്റെ ഉള്ളിൽ കുറെ കുഴികൾ കാണാം, ഇതേപോലെ 4 സൈഡിലായിട്ട്. ഈ കുഴികളെ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പൊറാഞ്ചിയം. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ സെല്ലുകളുണ്ട്, അതിന്റെ പേര് സ്പോറോജീനസ് സെൽ, അല്ലെങ്കിൽ വിളിക്കുന്ന വേറൊരു പേരാണ് മൈക്രോസ്പോർ മദർ സെൽ. എന്താ വിളിക്കുക? മൈക്രോസ്പോർ മദർ സെൽ എന്നാ വിളിക്കുക. ഈ സ്പോറോജീനസ് സെൽ മിയോസിസിന് പോയി 4 മൈക്രോസ്പോറായി. 4 മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്ത് എന്തായി? 4 പോളൻ ഗ്രെയിൻ ആയി. സാർ ഇതാണ് നമ്മുടെ എന്ത്? ആന്തർ. ആന്തറിന്റെ ഉള്ളിൽ മൈക്രോസ്പൊറാഞ്ചിയം, അതിൻ്റെ ഉള്ളിൽ സ്പോറോജീനസ് സെല്ലുകൾ. സ്പോറോജീനസ് സെൽ മിയോസിസിന് പോയി 4 മൈക്രോസ്പോറായി. 4 മൈക്രോസ്പോർ എന്തായി സാറേ? 4 പോളൻ ഗ്രെയിൻ ആയിട്ട് മാറി. ഇനി പോളൻ ഗ്രെയിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. പോളൻ ഗ്രെയിന് 2 ലെയർ ഉണ്ട്. ഏറ്റവും പുറത്തുള്ളത് എക്സൈൻ, അകത്തുള്ളത് ഏതാ? ഇൻറ്റൈന. എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്ന സാധനത്തിന്റെ പേര് സ്പോറോപൊല്ലനിൻ. എന്താ വിളിക്കുക? സ്പോറോപൊല്ലനിൻ എന്ന വിളിക്കുക. ഇൻറ്റൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും വെച്ചാ. പുറത്തെ ലെയർ എക്സൈൻ, അകത്തെ ലെയർ ഇൻറ്റൈൻ. എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചാ സാർ? സ്പോറോപൊല്ലനിൻ വെച്ചാ. ഇൻറ്റൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും വെച്ചാ സാറേ. ഇനി പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ 2 സെല്ലുകളുണ്ട്. വലിയ സെല്ല്, ലാർജ് സെൽ വെജിറ്റേറ്റീവ് സെൽ, സ്മോൾ സെല്ലുകളാണ് ജനറേറ്റീവ് സെൽ. വെജിറ്റേറ്റീവ് സെല്ലുകളാണ് പോളൻ ട്യൂബായിട്ട് മാറുക. പോളൻ ട്യൂബായിട്ട് മാറുന്നത് ആരാ? ജനറേറ്റീവ് ആണോ? അല്ല സാറേ, അല്ല. ആരാ? ജനറേറ്റീവ് സെൽ അല്ല, വെജിറ്റേറ്റീവ് സെല്ലാ. ജനറേറ്റീവ് സെല്ലാണ് 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറുക. ഓക്കെ അല്ലേ? ഇത്രയാണ് പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. പോളൻ ഗ്രെയിൻസ് അഴുക്കാകാതിരിക്കാൻ നിങ്ങൾക്ക് ലിക്വിഡ് നൈട്രജനിൽ ഇട്ട് വെക്കാം. പോളൻ ഗ്രെയിൻസ് അഴുക്കാകാതിരിക്കാൻ ലിക്വിഡ് നൈട്രജനിൽ ഇട്ട് വെക്കുന്നതിൻ്റെ പേരാണ് പോളൻ ബാങ്ക്. പോളൻ ബാങ്കിന്റെ ടെമ്പറേച്ചർ ഓർത്തോ? -196 ഡിഗ്രി സെൽഷ്യസ്. പോളൻ ഗ്രെയിൻസ് അഴുക്കാകണ്ടെന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ എവിടെ കൊണ്ടുവെക്കാം സാറേ? അതിനെ നമുക്ക് എവിടെ കൊണ്ടുവെക്കാം? ലിക്വിഡ് നൈട്രജനിൽ കൊണ്ടിടാം. അതിനെ ആ പോളൻ ബാങ്ക് എന്ന് വിളിക്കുക. പോളൻ വയ്യബിലിറ്റി, എത്ര നാൾ പോളൻ ഗ്രെയിൻസ് ഉഷാറായിട്ടിരിക്കും, അതാണ് പോളൻ വയ്യബിലിറ്റി. പീരീഡ് ഫോർ വിച്ച് പോളൻ ഗ്രെയിൻസ് ആർ ഫങ്ഷണൽ. പീരീഡ് എന്ന് പറഞ്ഞ സമയം, എത്ര സമയമാ സാറേ പോളൻ ഗ്രെയിൻസ് ആക്റ്റീവ് ആയിട്ടിരിക്കുക, അതാണ് പോളൻ വയ്യബിലിറ്റി. പോളൻ ഗ്രെയിൻസ് ശ്വസിച്ചാൽ ചിലർക്ക് ആസ്മയും ബ്രോങ്കൈറ്റിസും ഒക്കെ ഉണ്ടാകും. ഇത്രയാണ് മെയിൽ പ്ലാന്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്കപ്പം മെയിൽ പ്ലാന്റിൽ ആന്തർ ഉണ്ട്, ആന്തറിൻ്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻ ഉണ്ട്.
ഉണ്ടായി. പോളൻഗ്രൈൻ്റെ ഉള്ളിൽ ജനറേറ്റീവ് വെജിറ്റേറ്റീവ് സെല്ലുകളുണ്ട്. ജനറേറ്റീവ് സെല്ല് 2 മെയിൽ ഗമേറ്റ് ആയി, വെജിറ്റേറ്റീവ് സെല്ല് പോളൻ ട്യൂബായി. ഇനി നമ്മൾ പഠിക്കാൻ പോണ ഫീമെയിൽ പ്ലാന്റ്. മെയിൽ പ്ലാന്റ് മാത്രമായാൽ ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാകുമോ സാറേ? ഫീമെയിൽ പ്ലാന്റും വേണം സാറേ. ഫീമെയിൽ പ്ലാന്റ് എന്ന് വിളിക്കണമെങ്കിൽ അതിലെന്ത് വേണം? ഫീമെയിൽ ഫ്ലവർ. മെയിൽ പ്ലാന്റ് എന്ന് വിളിക്കണമെങ്കിൽ മെയിൽ ഫ്ലവർ വേണമെങ്കിൽ, ഫീമെയിൽ പ്ലാന്റ് എന്ന് വിളിക്കണമെങ്കിൽ ഫീമെയിൽ ഫ്ലവർ വേണം. ഫീമെയിൽ ഫ്ലവർ ആകണമെങ്കിൽ കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് പറയുന്ന ഭാഗം വേണം. രണ്ടും സെയിം സാധനമാ. കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ വേണം സാറേ. കാർപ്പലിന് 3 ഭാഗം: സിഗ്മ, സൈല്, ഓവറി. ഈ കാണുന്ന കുടമാണ് മക്കളെ ഓവറി. ഓവറിന്റെ ഉള്ളിലാ സാർ ആര് കാണാ? ഒവ്യൂള്. ഒവ്യൂളിന്റെ ഉള്ളിൽ കാണുന്ന സാധനം ആരാ? കുഞ്ഞി സാധനം. അതിന്റെ പേരാ സാർ എംബ്രിയോ സാക്ക്. എന്റെ പൊന്ന് സാറേ കേട്ടോ, സിഗ്മ, സൈലി, ഓവറിയ. ഓവറിന്റെ ഉള്ളിലാണ് ഒവ്യൂള് കാണുക. ഒവ്യൂളിന്റെ ഉള്ളിലാണ് സാർ ആരെ കാണുക? എംബ്രിയോ സാക്കുകളെ കാണുക. ഇത്രയും ഓക്കെയാണോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാ ഒവ്യൂളിന്റെ ഉള്ളിലാ എംബ്രിയോ സാക്ക് ഉണ്ടാകുക? എങ്ങനെയാ സാറേ ഒവ്യൂളിന്റെ ഉള്ളിൽ എംബ്രിയോ സാക്ക് ഉണ്ടാകുക? ശ്രദ്ധിച്ചോ. ഇതാണ് സാറേ നമ്മുടെ ആര്? ഓവറി എന്നിരിക്കട്ടെ. ഓവറിന്റെ ഉള്ളിൽ ആരുണ്ട് സാർ? ഒവ്യൂളുണ്ട്. ഈ കാണുന്ന സ്ട്രക്ചറാണ് ഒവ്യൂള്. ഒവ്യൂളിന്റെ ഉള്ളിലുള്ള സെല്ലുകൾ ഉണ്ടല്ലോ, അതിന്റെ പേരാ ന്യൂസില്ലസ്. ഒവ്യൂളിന്റെ ഉള്ളിലെ സെല്ലുകൾ ആരാ? ന്യൂസില്ലസാ. ഈ ന്യൂസില്ലസിൽ ഈ ഒവ്യൂളിന് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിന്റെ പേരാണ് മൈക്രോപൈല് എന്നാണ് നമ്മൾ വിളിക്കുക. മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് മക്കളെ ചലാസ എന്ന് വിളിക്കുക. ഈ മൈക്രോപൈലിന്റെ അടുത്തും ന്യൂസില്ലസിലെ സെല്ലിരിപ്പുണ്ട്. ഈ കാണുന്ന ഒവ്യൂളിലെ സെല്ലാണ് ആര്? ന്യൂസില്ലസ്. ആ സെല്ലുകളിൽ ഏത് സെല്ലാണോ മൈക്രോപൈലിന്റെ അടുത്തിരിക്കുക അതിനെ മെഗാസ്പോർ മദർ സെൽ എന്നാ വിളിക്കുക. സാർ ഇതാരാ? ഇത് നമ്മുടെ ഒവ്യൂള. ഒവ്യൂളിൻ്റെ ഉള്ളിൽ കുറേ സെല്ലുണ്ട്. ഇതിൽ ഏത് സെല്ലാണോ മൈക്രോപൈലിനോട് ചേർന്ന് കാണുക അതാണ് സാറേ ഏത് സെല്ല്? നമ്മുടെ മെഗാസ്പോർ മദർ സെല്ല്. മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിന് പോകും. ഒരു സെല്ല് മിയോസിസിന് പോയാൽ 4 സെല്ലായിട്ട് മാറി. മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിന് പോയിട്ട് 4 സെല്ലായിട്ട് മാറി. 4 എണ്ണത്തിൽ 3 എണ്ണം ചത്തുപോയി, ഡീജനറേറ്റ് ആയി. ഒറ്റൊരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ബാക്കിയുള്ള ഒരു സെല്ലിന്റെ പേരെന്താ? ഫങ്ഷണൽ മെഗാസ്പോർ. ബാക്കിയുള്ള ഒരു സെല്ലേ ഉള്ളൂ മക്കളെ, അതിന്റെ പേരെന്താ? ഫങ്ഷണൽ മെഗാസ്പോർ എന്നാ വിളിക്കുക. സാർ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിന് പോയിട്ട് 4 സെല്ലായി, അതിൽ 3 ചത്തു, 1 മാത്രം ജീവിക്കുന്നു. അതിന്റെ പേരാണ് സാർ എന്ത്? ഫങ്ഷണൽ മെഗാസ്പോർ. ഈ ഫങ്ഷണൽ മെഗാസ്പോർ നേരെ 3 മൈറ്റോസിസിന് പോയിട്ട് നമ്മുടെ എംബ്രിയോസാക്കായിട്ട് മാറും. ഇങ്ങനെയാ സാർ എംബ്രിയോസാക്ക് ഉണ്ടാകുക. എംബ്രിയോസാക്ക് എങ്ങനെ ഉണ്ടാകും ചോദിച്ചാൽ ഈ ഫ്ലോ ചാർട്ട് വരച്ച് വെച്ചാൽ മതി. മെഗാസ്പോർ മദർ സെൽ മിയോസിസിന് പോയി 4 മെഗാസ്പോർ ആയി, അതിൽ 3 മെഗാസ്പോർ ചത്തു, 1 മാത്രം ജീവിക്കുന്നു. അതിന്റെ പേര് ഫങ്ഷണൽ മെഗാസ്പോർ. അവനാണ് ഈ എല്ലാ ഫങ്ഷനും ചെയ്യേണ്ടത്. അവനാ ഫങ്ഷണൽ മെഗാസ്പോർ. ഫങ്ഷണൽ മെഗാസ്പോർ അടുപ്പിച്ച് 3 മൈറ്റോസിസിന് പോയി എംബ്രിയോസാക്കായി. ഫങ്ഷണൽ മെഗാസ്പോർ 3 മൈറ്റോസിസിന് പോയിട്ട് എംബ്രിയോസാക്കാകും. ഈ മാറ്റത്തെയാണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുക. എന്താണ് സാറേ മോണോസ്പോറിക് ഡെവലപ്മെന്റ്? ഫങ്ഷണൽ മെഗാസ്പോർ 3 മൈറ്റോസിസിന് പോയിട്ട് എംബ്രിയോസാക്കാകുന്നു. അതാണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ്. എംബ്രിയോസാക്കിലേക്ക് വാ. മുകളിൽ 3 സെല്ലുണ്ട്. ആ 3ന് ഒരേ പേര് ആന്റിപോഡൽസ്. നടുക്ക് വലിയൊരു സെല്ലുണ്ട്, അതിന്റെ പേരാണ് സെൻട്രൽ സെൽ. സെൻട്രൽ സെല്ലാണ് ഡിപ്ലോയിഡ് സെൽ. എംബ്രിയോസാക്കിലെ ഏത് സെൽ എടുത്താലും ഹാപ്ലോയിഡാ, പക്ഷെ സെൻട്രൽ സെല്ല് മാത്രം എന്തായി? ഡിപ്ലോയിഡ്. എംബ്രിയോസാക്കിലെ ഏത് സെല്ലും എന്താ സാറേ? ഹാപ്ലോയിഡാ, പക്ഷെ സെൻട്രൽ സെല്ല് മാത്രം എന്തായി? നമ്മുടെ എന്തായി? ഡിപ്ലോയിഡ് ആയി മാറി. സെൻട്രൽ സെല്ലിലെ 2 ന്യൂക്ലിയസ്, അതിന്റെ പേരെന്താ? പോളാർ ന്യൂക്ലിയേ. സെൻട്രൽ സെല്ലിലെ 2 ന്യൂക്ലിയസിന്റെ പേരെന്താ? പോളാർ ന്യൂക്ലിയേ എന്നാ വിളിക്കുക. താഴ്ഭാഗത്ത് ഒരു മഞ്ഞ കളറുള്ള ഒരു സെല്ലുണ്ട്. മഞ്ഞ കളറുള്ള സെല്ലിന്റെ പേരാണ് സാറേ എഗ് എന്ന് വിളിക്കുക. എഗ്ഗിന്റെ 2 സൈഡിലും ഇരിക്കുന്ന സെല്ലാരാ? സിനർജിഡ് എന്നാ വിളിക്കുക. എഗ്ഗിനെയും സിനർജിഡ്സിനെയും ചേർത്ത് എന്താ വിളിക്കുക? എഗ് അപ്പാരറ്റസ്. ഒരു എഗ് ഇതാണ് മക്കളെ എഗ്. ഈ നടുക്ക് കാണുന്ന എഗ്, ഈ സൈഡിൽ കാണുന്ന ആരാ? ഈ സൈഡിൽ കാണുന്ന ആരാ? സിനർജിഡ്. എഗ്ഗിനെയും 2 സിനർജിനെയും ചേർത്ത് വിളിക്കുന്ന പേരെന്താ? എഗ് അപ്പാരറ്റസ്. ഈ സിനർജിഡ്സിലെ ചില തിക്കനിങ് ഉണ്ട്. ഈ സിനർജിഡ്സിലെ ഈ ഫിംഗർ പോലെ കാണുന്ന തിക്കനിങ്ങിന്റെ പേരാ ഫില്ലിഫോം അപ്പാരറ്റസ്. ഫില്ലിഫോം അപ്പാരറ്റസ് ആണ് പോളൻ ട്യൂബിനെ എംബ്രിയോസാക്കിന്റെ ഉള്ളിലേക്ക് ഗൈഡ് ചെയ്യുന്നത്, വഴി കാണിച്ചു കൊടുക്കുന്നത്. ഗൈഡ് പോളൻ ട്യൂബ്, അതാണ് ഫില്ലിഫോം അപ്പാരറ്റസിന്റെ പണി. മനസ്സിലായല്ലോ? ആകെ ചോദിക്കുന്നത് ഇത് അടയാളപ്പെടുത്താൻ ചോദിക്കും. ഇതിലെ ഡിപ്ലോയിഡ് സെല്ലാരാ? സെൻട്രൽ സെൽ. സെൻട്രൽ സെല്ലിലെ ന്യൂക്ലിയസ് ആരാ? എന്റെ പൊന്നു മക്കളെ പഠിച്ചു വെച്ചോ. സെൻട്രൽ സെല്ലിലെ ന്യൂക്ലിയസ് ആരാ? പോളാർ ന്യൂക്ലിയേ. ഇനി പഠിക്കുന്ന എന്താ? പോളിനേഷനാ സാർ. അപ്പൊ നമ്മൾ എന്തു പഠിച്ചു സാറേ? ആന്തറിന്റെ ഉള്ളിൽ നമ്മൾ പോളൻഗ്രെയിൻ ഉണ്ടാക്കി, നമ്മൾ കാർപ്പലിൻ്റെ ഉള്ളിൽ എംബ്രിയോസാക്ക് ഉണ്ടാക്കി, അതിൻ്റെ ഉള്ളിൽ എഗ്ഗ് ഉണ്ടാക്കി. എഗ്ഗ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഗമേറ്റാ. മെയിൽ ഗമേറ്റ് കാണുന്നത് ഈ
പോളൻ ഉള്ളിലാണ്. മെയിൽ ഗമേറ്റ് ഉണ്ടാകുന്ന ജനറേറ്റീവ് സെല്ല് വഴിയാണല്ലോ. ജനറേറ്റീവ് സെല്ല് പോളൻ ഉള്ളിലാണ് കാണുക. മെയിൽ ഗമേറ്റ് ജനറേറ്റീവ് പോളൻ ഉള്ളിൽ കാണുമ്പം ഫീമെയിൽ ഗമേറ്റ് എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലാണ് കാണുക. എന്താണ് സാറേ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ? പോളൻ എന്ന് പറഞ്ഞാൽ പോളൻ ആന്തറിൽ നിന്ന് സിഗ്മയിലേക്ക് പോകുക. ഒരു ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ നേരെ എങ്ങോട്ടേക്ക് പോവുക? സിഗ്മയിലേക്ക് പോയി വീഴുക. ഇതാണ് പോളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സിഗ്മ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സിഗ്മ. ആന്തറിൽ നിന്ന് സിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻ പോവുക. ഇതിന്റെ പേരാണ് സാറേ പോളിനേഷൻ. 3 പോളിനേഷൻ ഉണ്ട്: ഓട്ടോഗമി, ജീറ്റിനോഗമി, സീനോഗമി. ഓട്ടോഗമിന്റെ വേറൊരു പേരാണ് സെൽഫ് പോളിനേഷൻ. സീനോഗമിന്റെ വേറൊരു പേരാണ് ക്രോസ് പോളിനേഷൻ. പ്ലാന്റിന് ഏറ്റവും ഇഷ്ടം ഏത് നടത്താനാ? സീനോഗമി. മറക്കല്ലേ, ഓട്ടോ, ജീറ്റിനോ, സീനോ. ഇതിൽ ഏറ്റവും ഇഷ്ടം എന്ത് നടത്താനാ മക്കളെ? സീനോഗമി നടത്താനാണ്. എന്താ സാറേ ഓട്ടോഗമി? ഒരു ഫ്ലവർ ബൈസെക്ച്വൽ ആന്നിരിക്കട്ടെ, ആന്തറമുണ്ട് സിഗ്മയുണ്ട്. ബൈസെക്ച്വൽ ഫ്ലവറിന്റെ ഉള്ളിൽ നടക്കുന്നതാണ് ഓട്ടോഗമി. ഒരു ഫ്ലവറിന്റെ ഉള്ളിൽ തന്നെ ബൈസെക്ച്വൽ ഫ്ലവർ ആണോ അതിനുള്ളിൽ നടക്കുന്നതാണ് ഓട്ടോഗമി. ഓക്കെ, ഇതൊരു പ്ലാന്റാ. ഇത് അടുത്തടുത്ത 2 ഫ്ലവറാ. ഒരു പ്ലാന്റിൽ തന്നെ 2 ഫ്ലവർ ഉണ്ടെന്നിരിക്കട്ടെ. ഈ പ്ലാന്റിലെ ആന്തറിൽ നിന്ന് ഈ പ്ലാന്റിലെ സിഗ്മയിലേക്ക് വീഴുക. ഇതാണ് സാർ എന്ത്? ജീറ്റിനോഗമി. ഒരു ഫ്ലവറിനുള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ ഓട്ടോഗമി. ഒരു ഫ്ലവറിൽ നിന്ന് തൊട്ടടുത്ത ഫ്ലവറിലേക്ക് പോളൻ ഗ്രെയിൻ പോയാൽ ജീറ്റിനോഗമി. ഇനി നോക്ക്, ഇത് ഈ പ്ലാന്റിലെ ഫ്ലവറാ. ഈ ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ വേറൊരു പ്ലാന്റിലെ ഫ്ലവറിന്റെ സിഗ്മയിലെ വീഴുക. ഒരു പ്ലാന്റിലെ ആന്ത്രയിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ വേറൊരു പ്ലാന്റിന്റെ സിഗ്മയിലേക്ക് വീഴുക. വേറൊരു പ്ലാന്റിലെ ഫ്ലവറിന്റെ സിഗ്മയിലേക്ക് വീഴുക. അത് സീനോഗമി. ഒരൊറ്റ ഫ്ലവറിന്റെ ഉള്ളിലാണെങ്കിൽ അത് ഓട്ടോഗമി. ഓട്ടോഗമി നടക്കാൻ, സെൽഫ് പോളിനേഷൻ നടക്കാൻ ബൈസെക്ച്വൽ ഫ്ലവർ ആയിരിക്കണം. ഒരേ പ്ലാന്റിന്റെ 2 ഫ്ലവർ തമ്മിലാണെങ്കിലോ സാറേ അത് ജീറ്റിനോഗമി. 2 വ്യത്യസ്ത പ്ലാന്റിന്റെ ഫ്ലവർ തമ്മിലാണെങ്കിൽ എന്താ? സീനോഗമി എന്ന് വിളിക്കുക. സീനോഗമിയാണ് പ്ലാന്റിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇനി നമ്മൾ പഠിക്കാൻ പോണ എന്താ സാർ? ഔബ്രീഡിംഗ് ഡിവൈസ് എന്നാൽ എന്ത്? ഔബ്രീഡിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിന് ഏറ്റവും ഇഷ്ടം ഏതാ മക്കളെ? സെൽഫ് പോളിനേഷൻ നടത്താനല്ല, ക്രോസ് പോളിനേഷൻ നടത്താനാ. ക്രോസ് പോളിനേഷനെ കൂട്ടാനായിട്ട്, സെൽഫ് പോളിനേഷനെ കുറയ്ക്കാനായിട്ടും പ്ലാന്റ് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ദേഹത്ത് ചെയ്യും. സെൽഫ് പോളിനേഷനെ കുറച്ച്, ഓട്ടോഗമിനെ കുറച്ച്, ജീറ്റിനോഗമി, ക്രോസ് പോളിനേഷൻ കൂട്ടാൻ പ്ലാന്റ് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ദേഹത്ത് ചെയ്യും. ആ മാറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് സാറേ എന്ത്? ഔബ്രീഡിംഗ് ഡിവൈസ്. എന്താണ് ഔബ്രീഡിംഗ് ഡിവൈസ്? ക്രോസ് പോളിനേഷനെ കൂട്ടാൻ വേണ്ടി പ്ലാന്റ് അവരുടെ ദേഹത്ത് ചെയ്യുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ സാർ? എടാ, ബൈസെക്ച്വൽ ഫ്ലവർ ആണെങ്കിലല്ലേ സെൽഫ് പോളിനേഷൻ നടക്കുക. പ്ലാന്റ് കുറെ യൂണിസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കും, പിന്നെ സെൽഫ് പോളിനേഷൻ നടക്കില്ല, ക്രോസ് പോളിനേഷൻ നടക്കുക. യൂണിസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കുന്നു. അടുത്ത ഇനി യൂണിസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ പ്ലാന്റിന്. പ്ലാന്റ് ഉണ്ടാക്കിയത് എന്ത് തന്നെ സാറേ? ബൈസെക്ച്വൽ ഫ്ലവറാ. ബൈസെക്ച്വൽ ഫ്ലവർ ആണെങ്കിൽ എന്തേ നടക്കുള്ളൂ സാറേ? അവിടെ നടക്കുന്നത് ഓട്ടോഗമിയ. ഓട്ടോഗമിയ ബൈസെക്ച്വൽ ഫ്ലവറിൽ നടക്കുക. പക്ഷെ അത് തടയാൻ പ്ലാന്റ് എന്താ ചെയ്യാന്നറിയാമോ? ഈ ആന്തറിനെ ഇങ്ങോട്ട് വെക്കും, ഈ സിഗ്മേനെ അങ്ങോട്ടേക്ക് വെക്കും. ബൈസെക്ച്വൽ ഫ്ലവർ ആണെങ്കിൽ ഓട്ടോഗമിയ നടക്കുക. ബൈസെക്ച്വൽ ഫ്ലവർ ആയിരുന്നിട്ട് പോലും ഓട്ടോഗമി എങ്ങനെ പ്ലാന്റ് തടയാ? ഫ്ലവർ അതിൻ്റെ ഉള്ളിലെ ആന്തറിനെ സിഗ്മേനെ 2 അറ്റത്തേക്ക് വെക്കും. 2 അറ്റത്തേക്ക് വെച്ചാൽ ഈ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ ഇങ്ങോട്ട് വന്ന് വീടില്ലല്ലോ മക്കളെ. അപ്പൊ എന്താ? ആന്തർ ആൻഡ് സിഗ്മ അറ്റ് ഡിഫറെന്റ് ലൊക്കേഷൻ, 2 ലൊക്കേഷനിൽ വെച്ചു. മൂന്നാമത്തെയാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഈ 3 സാധനങ്ങൾ ക്രോസ് പോളിനേഷനെ കൂട്ടും, സെൽഫ് പോളിനേഷനെ കുറയ്ക്കും പ്ലാന്റുകളിൽ. എന്താണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി? ഇതൊരു ബൈസെക്ച്വൽ ഫ്ലവറാ. കാരണം എന്താ? ആന്തറും സിഗ്മയും ഉണ്ട്. ആന്തറും സിഗ്മയും ഉണ്ടോ അത് ബൈസെക്ച്വൽ ഫ്ലവറാ. ഇവിടെ കൂടുതൽ എന്താ നടക്കുക? ഓട്ടോഗമിയെ കൂടുതൽ നടക്കുക. ഇവിടെ സീനോഗമി നടക്കാറേ ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? പ്ലാന്റ് ഈ സിഗ്മയോട് പറയും, മോനെ നിന്റെ തൊട്ടടുത്തൊരു ആന്തർ ഉണ്ട്, ആ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിനെ നീ വാങ്ങിക്കണ്ട. പ്ലാന്റ് ഈ ബൈസെക്ച്വൽ ഫ്ലവറിലെ സിഗ്മയോട് പറയും, നിന്റെ തൊട്ടടുത്തൊരു ആന്തർ ഉണ്ട്, ആ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസിനെ എന്ത് ചെയ്യണ്ട, നീ വാങ്ങിക്കണ്ട എന്ന് എപ്പോഴും പറയും മക്കളെ. അങ്ങനെ സിഗ്മ തൊട്ടടുത്തുള്ള ആന്ത്രയിൽ നിന്നുള്ള പോളൻ ഗ്രെയിനെ വാങ്ങിക്കാനൊന്നും മടിക്കും. പക്ഷെ അവർക്ക് മടിയേ കാണുള്ളൂ. പക്ഷെ അവർ നിവൃത്തിയുടെ കൊണ്ട് വന്ന് വീഴാറുണ്ട് ചില സമയം. ആന്തറ് തൊട്ടടുത്തുള്ള ആന്ത്രയിൽ നിന്നുള്ള പോളൻ ഗ്രെയിനെ വാങ്ങിക്കാൻ സിഗ്മയൊന്നും മടിക്കാറുണ്ട്. ഈ മടീനെയാണ് എന്ത് വിളിക്കുക? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ദ എബിലിറ്റി ഓഫ് സിഗ്മ ഫോർ റിജക്റ്റിംഗ് പോളൻ ഗ്രെയിൻ ഫ്രം നിയർ ആന്തർ. തൊട്ടടുത്തുള്ള ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിനെ റിജക്റ്റ് ചെയ്യാൻ, അകറ്റി മാറ്റാനുള്ള സിഗ്മന്റെ കഴിവ്. അതാണ്
സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഇത് മൂന്നുമാണ് ഔബ്രിയൻ ഡിവൈസ്. സാറേ വിൻഡ് വഴി, കാറ്റ് വഴി പോളൻ ഗ്രെയിൻസ് പാറിപ്പോകാറുണ്ട്. അങ്ങനെ കാറ്റ് വഴി പോളിനേഷൻ നടക്കണമെങ്കിൽ പോളൻ ഗ്രെയിൻസ് ചെറുതായിരിക്കണം. 1.5 കിലോ ഭാരമുള്ള പോളൻ ഗ്രെയിൻസ് എടുത്തുകൊണ്ട് കാറ്റിൽ പോകാൻ പറ്റുമോ? ഇല്ല. ലൈറ്റ് പോളൻ ഗ്രെയിൻ ചെറുതായിരിക്കണം. ഓവറിൽ ഒറ്റ ഒവ്യൂളെ പാടുള്ളൂ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓവറിൽ ഒറ്റ ഒവ്യൂളെ പാടുള്ളൂ. അതെവിടാ? വിൻഡ് പോളിനേഷനില്ല. ആ വിൻഡ് പോളിനേഷൻ കാണിക്കുന്ന ഒരു ചെടിക്ക് എക്സാമ്പിൾ ആണ് കോൺകോബ്. കോൺകോബ് എന്ന് പറഞ്ഞാൽ ചോളമാണ് കേട്ടോ. കോൺ എന്ന് പറഞ്ഞാൽ ചോളമാണല്ലോ. ഇനി വാട്ടർ വഴി പോളിനേഷൻ നടക്കും. വാട്ടർ വഴി പോളിനേഷൻ നടക്കണമെങ്കിൽ എന്തായിരിക്കണം സാർ? നമ്മുടെ പോളൻ ഗ്രെയിൻസ് റിബണെ പോലെ ആയിരിക്കണം. പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ വട്ടത്തിലായിട്ട് കാര്യമില്ല, റിബൺ പോലെ നീളത്തിലായിരിക്കണം. എങ്കിലേ വെള്ളത്തിൽ പൊന്തി കിടക്കാം. വെള്ളം തട്ടി പോളൻ ഗ്രെയിൻ നശിക്കാൻ ചാൻസ് ഉണ്ട്. നശിക്കാതിരിക്കാൻ അവർക്കൊരു കവറിങ് വേണം. അതിന്റെ പേര് മ്യൂസിലേജിനസ് കവറിങ് എന്നാ വിളിക്കുക. ഈ വിൻഡ് വാട്ടർ പോളിനേഷൻ കാണിക്കുന്നതിന് എക്സാമ്പിളാ വെലീസ്നേറിയ, ഹൈഡ്രില്ല, സൊസ്റ്റീറ. വെലീസ്നേറിയയിൽ എങ്ങനെയാ പോളൻ ഗ്രെയിൻസ് പോകാന്നറിയാമോ? വാട്ടറിന്റെ സർഫസിൽ കൂടെ പോളൻ ഗ്രെയിൻ മെയിൽ ഫ്ലവറിൽ നിന്ന് ഫീമെയിൽ ഫ്ലവറിന്റെ അടുത്തേക്ക് പോവാ. എന്നാൽ ഹൈഡ്രലൈൻ സൊസ്റ്റീറയിൽ അങ്ങനല്ല മക്കളെ. വാട്ടറിന്റെ ഉള്ളിൽ കൂടെ പോളൻ ഗ്രെയിൻസ് മെയിൽ ഫ്ലവറിൽ നിന്ന് ഫീമെയിൽ ഫ്ലവറിലേക്ക് പോവാ. വെലീസ്നേറിയ എന്താ? സർഫസിൽ കൂടെ പോളൻ ഗ്രെയിൻസ് പോവാ. ഹൈഡ്രലയിലും സൊസ്റ്റീറയിലും വാട്ടറിന്റെ ഇൻസൈഡ്, വാട്ടറിന്റെ ഉള്ളിൽ കൂടെ പോളൻ ഗ്രെയിൻസ് പോവാ. ഇൻസെറ്റ് വഴി എങ്ങനെയാണ് പോളൻ ഗ്രെയിൻസ്, എങ്ങനെയാണ് പോളിനേഷൻ നടക്കുക? ഇൻസെറ്റ് വഴി നടക്കണമെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഈ ഇൻസെറ്റിൻ്റെ അകത്ത് ഒട്ടിപ്പിടിക്കണം. സ്റ്റിക്കി പോളൻ ഗ്രെയിൻ ആയിരിക്കണം, കളർഫുൾ ആയിരിക്കണം ഫ്ലവർ, നല്ല സ്മെല്ലുണ്ടായിരിക്കണം, നെക്ടർ തേനൊക്കെ ഉണ്ടായിരിക്കണം. എങ്കിലേ ഇൻസെക്റ്റ് വരുള്ളൂ. അങ്ങനെ ഇൻസെറ്റ് വഴി നടത്തുന്ന ആളാണ് അമോർഫോഫാലസ്. ഏത് ചെടിയാ മക്കളെ? അമോർഫോഫാലസ്. ചേന. അമോർഫോഫാലസ്. ഇത്രയും മനസ്സിലായോ? ഇത് പഠിച്ചു വെച്ചാൽ ആ ഭാഗവും തീർന്നു. അടുത്ത പോളൻ പിസ്സിൽ ഇന്ററാക്ഷൻ. എന്താണ് പോളൻ പിസ്സിൽ ഇന്ററാക്ഷൻ? പിസ്സിൽ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചർ, പിസ്സിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് വിളിക്കാം. ഇതാ പിസ്സിൽ. ഈ പിസ്സിലിന്റെ മുകളിൽ ആര് വന്നു വീണു മക്കളെ? പോളൻ ഗ്രെയിൻ വന്നു വീണു. ഇനി ഈ പോളൻ ഗ്രെയിനും ഈ പിസ്സിലും തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ പോവാ. പോളൻ പിസ്സിൽ ഇന്ററാക്ഷനിൽ എന്താ പറ്റുക നോക്കിക്കോ. ഈ കാണുന്ന ഭാഗം ഏതാ? സിഗ്മ എന്നാ വിളിക്കാം. മുകൾ ഭാഗം ഇത് സ്റ്റൈല്, ഇതാണ് ഓവറി. സിഗ്മ ഈ പോളൻ ഗ്രെയിൻ നല്ലതാണോ നോക്കും. സിഗ്മ ആക്സെപ്റ്റ് റൈറ്റ് പോളൻ. വന്നു വീണത് നല്ല പോളൻ ഗ്രെയിൻ ആണോ, എന്റെ തലയിൽ വീണത് നല്ല പോളൻ ഗ്രെയിൻ ആണോ എന്ന് നോക്കുന്നത് ആരാ? സിഗ്മയാ. സിഗ്മയ്ക്ക് ഈ പോളൻ ഗ്രെയിന് ഇഷ്ടമായി നിരിക്കട്ടെ. അപ്പം സിഗ്മ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പോളൻ ഗ്രെയിനോട് പറയും, മോനെ നീ താഴേക്ക് ട്യൂബ് ഉണ്ടാക്ക്. ഈ പോളൻ ട്യൂബ് ഉണ്ടാക്കുന്നത് ആരാ? ഞാൻ പഠിപ്പിച്ചതാ. പോളൻ ട്യൂബ് ഉണ്ടാക്കുന്ന ആള് വെജിറ്റേറ്റീവ് സെല്ലാ. വെജിറ്റേറ്റീവ് സെല്ല് പോളൻ ട്യൂബ് ഉണ്ടാക്കും. പോളൻ ട്യൂബ് നേരെ ഈ സ്റ്റൈൽ വഴി താഴേക്ക് വരും. എന്നിട്ട് എവിടെ എത്തും? ഓവറിയിലെത്തും. ഓവറിൽ നിന്ന് ഏതിൻ്റെ ഉള്ളിലേക്ക് കയറും? ഒവ്യൂള്. ഒവ്യൂളിൽ നിന്ന് എങ്ങോട്ടേക്ക് കയറും മക്കളെ? ഇവിടെ ഒരാളും കൂടെ ഉണ്ട്, എംബ്രിയോസാക്ക്. ഒവ്യൂളിൻ്റെ ഉള്ളിലാണല്ലോ എംബ്രിയോസാക്ക് കാണാം. നേരെ ഈ പോളൻ ട്യൂബ് എംബ്രിയോസാക്കിൻ്റെ ഉള്ളിൽ കയറും. എംബ്രിയോസാക്കിലേക്ക് ആ പോളൻ ട്യൂബിൻ്റെ ഉള്ളിൽ 2 മെയിൽ ഗമീറ്റ് കാണും. വെജിറ്റേറ്റീവ് സെല്ലാണ് പോളൻ ട്യൂബ് ആയത്. ജനറേറ്റീവ് സെല്ല് ഇപ്പോഴും 2 മെയിൽ ഗമേറ്റ് ആയി, ജനറേറ്റീവ് സെല്ല് 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറി. ഈ 2 മെയിൽ ഗമേറ്റ് നേരെ ഈ പോളൻ ട്യൂബ് വഴി വരും, നേരെ എംബ്രിയോസാക്കിനുള്ളിലേക്ക് കയറും. റിലീസ് 2 മെയിൽ ഗമേറ്റ് ഇൻടു എംബ്രിയോസാക്ക്. നേരെ എംബ്രിയോസാക്കിലേക്ക് 2 മെയിൽ ഗമേറ്റ് റിലീസ് ചെയ്തു. പറ സാർ, എന്താ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ? വന്നു വീണ പോളനും ഈ കാണുന്ന പിസ്റ്റിലും ഇന്ററാക്ട് ചെയ്യാൻ പോവാ. ഇന്ററാക്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? വന്നു വീണ പോളൻ ഗ്രെയിൻ നല്ലതാണോ, എനിക്ക് പറ്റുന്നതാണോ എന്ന് നോക്കുന്നത് ആരാ? സിഗ്മ. നല്ലതാണെങ്കിൽ പോളൻ ഗ്രെയിൻ ട്യൂബ് ഉണ്ടാക്കും. ആ പോളൻ ട്യൂബ് നേരെ സ്റ്റൈൽ വഴി നേരെ ഓവറിയിലെത്തും. ഓവറി വഴി ഒവ്യൂളിലെത്തും. ഒവ്യൂളിൽ നിന്ന് എംബ്രിയോസാക്കിൽ കയറും. എംബ്രിയോസാക്കിൽ കയറി കഴിഞ്ഞാൽ ഈ പോളൻ ട്യൂബ് അവന്റെ കയ്യിലുള്ള 2 മെയിൽ ഗമേറ്റിനെ എംബ്രിയോസാക്കിന് കൊടുക്കും. റിലീസ് 2 മെയിൽ ഗമേറ്റ് ഇൻടു എംബ്രിയോസാക്ക്. ഇപ്പൊ എംബ്രിയോസാക്കിനുള്ളിൽ എന്തുണ്ട് സാർ? 2 മെയിൽ ഗമേറ്റ് ഉണ്ട്. അതിൽ 1 മെയിൽ ഗമേറ്റ് എംബ്രിയോസാക്കിൽ എഗ് ഉണ്ടല്ലോ, ഈ കാണുന്നതാണ് എഗ്. 1 മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടി ചേർന്ന സൈഗോട്ട് ആകും. സൈഗോട്ടിന്റെ പ്ലോയിഡ് 2n ആണ്. മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടി ചേർന്ന സൈഗോട്ട് ഉണ്ടാകുന്നതിന്റെ പേര് സിംഗമി എന്നാ വിളിക്കുക. അടുത്ത മെയിൽ ഗമേറ്റ് ഈ കാണുന്ന പോളാർ ന്യൂക്ലിയകൾ. ഈ പോളാർ ന്യൂക്ലിയമായി കൂടി ചേർന്ന് പെന്നാകും. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അതിന്റെ പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടി ചേർന്ന സൈഗോട്ട് ആയാൽ സിംഗമി. മെയിൽ ഗമേറ്റ് പോളാർ ന്യൂക്ലിയമായി കൂടി ചേർന്ന് പെന്നായാൽ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയാൽ അത് ട്രിപ്ലോയിഡ് ആണ്. ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാ വിളിക്കുക. സിംഗമീനെയും ട്രിപ്പിൾ ഫ്യൂഷനെ ചേർത്ത് വിളിക്കുന്ന പേരാ ഡബിൾ ഫെർട്ടിലൈസേഷൻ. ചോദിക്കും സാർ, ഡബിൾ ഫെർട്ടിലൈസേഷനുകളിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? ഒന്ന് സിംഗമി, ഒന്ന് ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമീനും ട്രിപ്പിൾ ഫ്യൂഷനും ചേർത്ത് വിളിക്കുന്ന പേരാണ് ഏത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. സിംഗമീനും ട്രിപ്പിൾ ഫ്യൂഷനും ചേർത്ത് വിളിക്കുന്ന പേരെന്താ? ഡബിൾ ഫെർട്ടിലൈസേഷൻ.
അടുത്താണ് മക്കളെ, ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞെന്നിരിക്കട്ടെ, ആ പ്ലാന്റിൽ എന്തൊക്കെ മാറ്റങ്ങളാ പറ്റുക? വെരി വെരി കിങ്ങിണി സാറേ, ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നു. എന്താ ഡബിൾ ഫെർട്ടിലൈസേഷൻ? സിംഗമീൻ ട്രിപ്പിൾ ഫ്യൂഷൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പ്ലാന്റിൽ എന്തൊക്കെ മാറ്റമാ സംഭവിക്കുക? ആ പ്ലാന്റിലെ ഒവ്യൂൾ എന്തായി മാറും? സീഡായി മാറും. ഓവറി എന്താകും? ഫ്രൂട്ടായി മാറും. പെന്ന്, പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ്, പെന്ന് അത് എൻഡോസ്പം ആയിട്ട് മാറും. സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. ആന്റിപോഡലും സിനർജിസും നശിക്കുന്നതിനെ ഡീജനറേഷൻ എന്നാ വിളിക്കുക. ഇത്രയുമാണ് പ്ലാന്റിൽ ഡബിൾ ഫെർട്ടിലൈസേഷന് ശേഷം പറ്റുന്ന മാറ്റങ്ങൾ. ആദ്യം നമുക്ക് ഒവ്യൂൾ സീഡാകുന്ന നോക്കാം. സീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സീഡിന്റെ ഉള്ളിലാണ് ആര് കാണുക? സീഡിന്റെ ഉള്ളിലാണ് മക്കളെ ആര് കാണുക? എംബ്രിയോ കാണുക. സീഡിന്റെ ഉള്ളിൽ എംബ്രിയോയെ കാണുക. സീഡിന് രണ്ട് കവറിംഗ് ഉണ്ട്. പുറത്തുള്ളത് ടെസ്റ്റ, അകത്തുള്ളത് ടെഗ്മെൻ. ഔട്ടർ ടെസ്റ്റ, ഇന്നർ ടെഗ്മെൻ. ഇത് രണ്ടുമാണ് സീഡിന്റെ ലെയർ. ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് നമ്മൾ സീഡ് കോട്ട് എന്നൊക്കെ വിളിക്കാറുണ്ട്. സീഡ് കോട്ട്. സീഡിന്റെ ഉള്ളിൽ എംബ്രിയോ കാണും. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോഴാണ് ഒവ്യൂൾ സീഡായിട്ട് മാറുക. ചില ചെടികളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ സീഡുകൾ ഉണ്ടാകാറുണ്ട്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടായാൽ ആ പ്രക്രിയന്റെ പേരാ അപ്പോമിക്സിസ്. എന്താ വിളിക്കുക? അപ്പോമിക്സിസ്. സീഡ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടായാൽ അപ്പോമിക്സിസ് എന്നാ വിളിക്കുക. അങ്ങനെ ഉണ്ടാകുന്ന സീഡിന്റെ പേരെന്താ? അപ്പോമിറ്റിക് സീഡ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടായാൽ അപ്പോമിക്സിസ് ആ സാറേ. അങ്ങനെ ഉണ്ടാകുന്ന സീഡിന്റെ പേരോ അപ്പോമിറ്റിക് സീഡ്. ഇനി ഫ്രൂട്ടിനെ കുറിച്ച് പറയാം. സീഡിന്റെ കവറിങ് ഔട്ടർ ടെസ്റ്റ, ഇന്നർ ടെഗ്മെൻ, രണ്ടും ചേർത്ത് സീഡ് കോട്ട് എന്ന് വിളിക്കാം. ഇനി ഫ്രൂട്ട് നോക്ക്. ഫ്രൂട്ടിന്റെ കവറിങ് ആണ് സാർ പെരികാർപ്പ്. ഫ്രൂട്ടിന്റെ കവറിങ്ങിന്റെ പേരെന്താ? പെരികാർപ്പ് എന്നാ വിളിക്കുക. ഫ്രൂട്ട് 3 ടൈപ്പ് ഉണ്ട്. ട്രൂ ഫ്രൂട്ട്, ഓവറിയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നു. ഒരു ഫ്രൂട്ട് ഓവറി വളർന്നിട്ടാ ഉണ്ടായത് എങ്കിൽ അതെന്ത് ഫ്രൂട്ടാ? ട്രൂ ഫ്രൂട്ടാ. എന്നാൽ ചില ഫ്രൂട്ടുകൾ ഉണ്ട് മക്കളെ, ഓവറി അല്ലാതെ വേറെ ചില ഭാഗങ്ങൾ വളർന്നിട്ടും ഉണ്ടാകും. എക്സാമ്പിൾ തലാമസ് പോലെ അവയവങ്ങൾ വളർന്നിട്ട് ഫ്രൂട്ട് ഉണ്ടാകും. ഓവറിൽ നിന്നുണ്ടായ ട്രൂ ഫ്രൂട്ട്. ഓവറി അല്ലാതെ ഒരു ഭാഗം വളർന്നിട്ടുണ്ടാകുന്ന ഫ്രൂട്ടുകളാണ് ഫോൾസ് ഫ്രൂട്ട്. ട്രൂ ഫ്രൂട്ടിന് എക്സാമ്പിൾ പീ. ഫോൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ് കാഷ്യൂ, ആപ്പിൾ, സ്ട്രോബെറി. ഇത് 3 ഫോൾസ് ഫ്രൂട്ടാ. എന്താ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? സാധാരണ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോഴാണ് ഓവറി ഫ്രൂട്ട് ആകുക. ഫെർട്ടിലൈസേഷൻ നടക്കാതെയും ഫ്രൂട്ട് ഉണ്ടാകാറുണ്ട്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാകുന്നതിൻ്റെ അങ്ങനെ ഉണ്ടാകുന്ന ഫ്രൂട്ടിന്റെ പേരാ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാകുന്ന സീഡിന്റെ പേര് അപ്പോമിറ്റിക് സീഡ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാകുന്ന ഫ്രൂട്ടിന്റെ പേരെന്താ? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടായാൽ അപ്പോമിറ്റിക് സീഡ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടായാൽ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ് ബനാന. ഇങ്ങനെ നടക്കാൻ കാരണം ചില ഹോർമോൺ തളിക്കുന്നുണ്ട് കേട്ടോ. ഇനി എൻഡോസ്പം എവിടെ നിന്ന് ഉണ്ടാകുക? പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ്. അവിടെ നിന്നാണ് എൻഡോസ്പം ഉണ്ടാകുക. 2 ടൈപ്പ് എൻഡോസ്പം, ന്യൂക്ലിയർ, സെല്ലുലാർ. ഒരു തേങ്ങ എടുക്കുകയാണെങ്കിൽ ആ തെങ്ങിൽ വെള്ളവും കാണാം, നമ്മൾ ചിരകി തിന്നുന്ന ഒരു വൈറ്റ് കളറുള്ള കേർണലും കാണാം. കേർണൽ എന്നതിനെ വിളിക്കാം. ഈ തേങ്ങാ വെള്ളം എന്തിന് എക്സാമ്പിളാ? ന്യൂക്ലിയർ എൻഡോസ്പമുകളാ. ഈ കേർണൽ എന്തിന് എക്സാമ്പിളാ? സെല്ലുലാറിന് എക്സാമ്പിളാ. ഒരു തേങ്ങ എടുത്താൽ വെള്ളം കാണാം സാർ. തേങ്ങാ വെള്ളം എന്തിന് എക്സാമ്പിളാ? ന്യൂക്ലിയർ എൻഡോസ്പമിന് എക്സാമ്പിളാ. ഇതിന്റെ സൈഡിൽ തേങ്ങ കാണും സാർ, വെള്ള കളറിൽ. അതെന്തിന് എക്സാമ്പിളാ? സെല്ലുലാർ എൻഡോസ്പമിന് എക്സാമ്പിളാ. ഇനി എംബ്രിയോ, സൈഗോട്ട് എങ്ങനെ എംബ്രിയോ ആവും നോക്കാം. സൈഗോട്ടാണ് എംബ്രിയോ ആയിട്ട് വളരുക. സൈഗോട്ട് ആദ്യം പ്രോ എംബ്രിയോ ആകും, ഗ്ലോബുലാർ എംബ്രിയോ ആകും, മെച്യൂർ ഹാർട്ട് ഷേപ്പുള്ള എംബ്രിയോ ആകും, പിന്നെ മെച്യൂർ എംബ്രിയോ ആകും. സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ, പിന്നെയാണ് മെച്യൂർ എംബ്രിയോ ആയിട്ട് മാറുക. എംബ്രിയോ 2 ടൈപ്പ് ഉണ്ട്. ഡൈക്കോട്ട് എംബ്രിയോ, മോണോക്കോട്ട് എംബ്രിയോ. ഇതാണ് എംബ്രിയോന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ. ഇതാണ് മക്കളെ എംബ്രിയോണിന്റെ ആക്സിസ്. എംബ്രിയോന്റെ ആക്സിസിന്റെ താഴ്ഭാഗം റാഡിക്കിൾ, മുകൾ ഭാഗം പ്ലിമ്യൂൾ. ഈ റാഡിക്കിളിൽ നിന്ന് ഇറങ്ങുന്ന ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, ചിറക് പോലെ, ഈ സ്ട്രക്ചറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോട്ടിലിഡൻസ്. എന്താ വിളിക്കുക? നമ്മൾ കോട്ടിലിഡൻസ് എന്നാ വിളിക്കുക. ഡൈക്കോട്ട് എംബ്രിയോയിൽ 2 കോട്ടിലിഡൻ കാണും. 2 കോട്ടിലിഡനുള്ള എംബ്രിയോനെയാ ഡൈക്കോട്ട് എംബ്രിയോ എന്ന് വിളിക്കുക. എന്നാൽ മോണോക്കോട്ടി നോക്ക് മക്കളെ, ഇതാണ് എംബ്രിയോണൽ ആക്സിസ്, ഇതാണ് പ്ലിമ്യൂൾ, ഇതാണ് റാഡിക്കൽ. ഇങ്ങോട്ട് കോട്ടിലിഡൻ കാണില്ല, ഇങ്ങോട്ട് മാത്രം ഒരൊറ്റ കോട്ടിലിഡനെ കാണൂ. ഈ ഒരൊറ്റ കോട്ടിലിഡനുള്ളതുകൊണ്ടാണ് മോണോക്കോട്ട് എംബ്രിയോ എന്ന് വിളിക്കുന്നത്. 2 കോട്ടിലിനുണ്ടെങ്കിൽ ഡൈക്കോട്ട് എംബ്രിയോ, ഒറ്റ കോട്ടിലിനെ ഉള്ളെങ്കിൽ മോണോക്കോട്ട് എംബ്രിയോ. ഈ ഒറ്റ കോട്ടിലിനെ ഒരു പ്രത്യേക പേര് നമ്മൾ വിളിക്കും, സ്ക്യൂട്ടല്ലം. മറക്കല്ലേ, ഏത് പരീക്ഷ എടുത്താലും ചോദിക്കും. മോണോക്കോട്ടിനെ ഒറ്റ കോട്ടിലിനെ ഉള്ളൂ. ആ ഒറ്റ കോട്ടിലിന്റെ പേരെന്താ? സ്ക്യൂട്ടല്ലം. ആ ഒറ്റ കോട്ടിലിന്റെ പേരെന്താ? സ്ക്യൂട്ടല്ലം എന്നാ വിളിക്കുക.
പോളി എംബ്രിയോണിക് പേര് തന്നെ ഉണ്ട്. പോളി എന്ന് പറഞ്ഞാൽ കുറെ എംബ്രിയോ. ഒരു സീഡിന്റെ ഉള്ളിൽ നോർമലി ഒരു എംബ്രിയോയെ കാണുക. ഒരു സീഡ് എടുത്താൽ ഒരു എംബ്രിയോയെ കാണുക. എന്നാൽ ചില സീഡ് എടുത്താലോ ഒന്നിൽ കൂടുതൽ എംബ്രിയോ കാണാം. ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഒരു സീഡിൽ കാണുന്നു. അതാണ് പോളി എംബ്രിയോണി. അങ്ങനെ കാണുന്നതാണ് സിട്രസ്, നാരങ്ങേന്റെ സീഡ്, ഓറഞ്ചിന്റെ സീഡ്. നാരങ്ങേന്റെ ഓറഞ്ചിന്റെ ഒക്കെ സീഡിന്റെ ഉള്ളിൽ കുറെ എംബ്രിയോ കാണാം. അടുത്ത പെരിസ്പോം. എന്താ പെരിസ്പോം സാർ? ഇതാണ് മക്കളെ ഒവ്യൂള്. ഒവ്യൂളിന്റെ ഉള്ളിൽ കാണുന്ന സെല്ലുകൾ ആരാ? ഒവ്യൂളിന്റെ ഉള്ളിലെ സെല്ലുകളാണ് ന്യൂസില്ലസ്. ഈ ഒവ്യൂള് എന്തായിട്ടാണ് മാറുക? ഒവ്യൂള് സീഡായിട്ടാണ് മാറുക. സീഡായിട്ട് മാറുമ്പം ഈ ന്യൂസില്ലസിന്റെ അവശിഷ്ടങ്ങൾ ഈ സീഡിൽ കാണാറുണ്ട്. സാർ ഒവ്യൂളിന്റെ ഉള്ളിലെ സെല്ലാരാ? ന്യൂസില്ലസാ? ന്യൂസില്ലസ് ആണ്, സോറി ഒവ്യൂളാണ് സീഡാകുക. ഒവ്യൂള് സീഡാകുമ്പം ഈ ഒവ്യൂളിന്റെ ഉള്ളിലാണല്ലോ ന്യൂസില്ലസ് ഉണ്ടായിരുന്നത്. ഒവ്യൂള് സീഡാകുമ്പം ന്യൂസില്ലസിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ സീഡിൽ കാണാറുണ്ട്. സീഡിന്റെ ഉള്ളിൽ കാണുന്ന ന്യൂസിലസിന്റെ അവശിഷ്ടങ്ങളെ നമ്മൾ റെമിനൻസ് എന്നാ വിളിക്കുക. 6 റെമിനൻസ് ന്യൂസിലസിന്റെ അവശിഷ്ടങ്ങൾ എവിടെ കാണുന്നത്? സീഡിന്റെ ഉള്ളിൽ കാണുന്നത്. സീഡിന്റെ ഉള്ളിൽ കാണുന്ന ന്യൂസിലസിന്റെ അവശിഷ്ടങ്ങൾ അതാണ് മക്കളെ പെരിസ്പേം എന്ന് വിളിക്കുന്നത്. അങ്ങനെ കാണുന്ന ഒരു സീഡാണ് ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, ബീട്രൂട്ട്, അതൊക്കെ അതേപോലെ കാണുന്ന സീഡുകളാണ്. എന്താ പെരിസ്പേം? സീഡിൻ്റെ ഉള്ളിൽ കാണുന്ന ന്യൂസിലസിന്റെ അവശിഷ്ടങ്ങൾ. എന്താ പോളി എംബ്രിയോണി? ഒരു സീഡിൽ കുറേ എംബ്രിയോ കാണുക. ഓക്കെ, ഇത്രയുള്ള മക്കളെ നമ്മുടെ ആ ചാപ്റ്റർ. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളൊന്ന് പറയാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ നിങ്ങളൊന്ന് പറയാം. ഇത് നിങ്ങളൊന്ന് പറയണം. സിംഗിൾ കോട്ടിലിഡൻ, സിംഗിൾ കോട്ടിഡൻ ഓഫ് മോണോകോട്ട്. മോണോകോട്ടിന് ഒരൊറ്റ കോട്ടിഡനേ ഉള്ളൂ. അതിൻ്റെ പേരെന്താ? സിംഗിൾ കോട്ടിഡൻ ഓഫ് മോണോകോട്ട്. അതിന് ഒറ്റ പേര്. ആ മോണോകോട്ട് എടുത്താൽ ഇത് എംബ്രിയോണൽ ആക്സിസ്, ഇതെന്താ? കോട്ടിഡന. ഈ ഒരു കോട്ടിഡന് ഒരു പേരുണ്ട്. അതെന്താന്ന് എൻ്റെ മക്കളൊന്ന് ഓർക്കുക. പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് പറയാം കേട്ടോ. നല്ലപോലെ പഠിക്കുക എൻ്റെ പൊന്നു മക്കളെ. പഞ്ചാര മുഞ്ചാരകളെ, മൊഞ്ചന്മാരെ, മൊഞ്ചത്തുകളെ, തക്കുടുകളെ കിട്ടുന്ന പോലെ സമയമൊക്കെ എടുത്ത് മാഷുമാർ അധ്യാപകർ കുറേ കഷ്ടപ്പെട്ട് കുറേ വീഡിയോകൾ തരുന്നുണ്ട്. എൻ്റെ മക്കളത് യൂസ് ചെയ്യണം, മാർക്ക് വാങ്ങിക്കണം, കോൺസെൻട്രേറ്റ് ചെയ്ത് കാണണം, എഴുതി വെക്കണം, പരീക്ഷയ്ക്കും എഴുതണം, അടിച്ച് പൊളിച്ച് എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടണം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം ഓർക്കുക, പറ്റുമെങ്കിൽ പറയുക. ബൈ.